നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ജനവിധി അംഗീകരിക്കാൻ ഞങ്ങൾക്കിപ്പോൾ സൗകര്യമില്ല എന്നാണ് കണ്ണൂരിലെ ഒരു പറ്റം CPM ക്രിമിനലുകളുടെ നിലപാട്. കണ്ണൂരിലെ പാനൂരിൽ CPMന്റെ വടിവാൾ ആക്രമണം. UDF പ്രവർത്തകന്റെ വീട്ടിലെത്തി വടിവാളുമായി വലിയ ആക്രമണ ഭീഷണിയാണ് ഉയർത്തിയത്. അയാളെ വെട്ടുകയും അയാൾ അവശനായി ഒരു ഭാഗത്തിരിക്കുകയും ചെയ്യുന്നതിന്റെ ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. ഇതുമാത്രമല്ല, ആ വീട്ടിൽ നിന്നിറങ്ങുമ്പോൾ അവിടെ നിർത്തിയിട്ടിരുന്ന കാറും ബൈക്കും ഒക്കെ ആ വടിവാള് കൊണ്ട് ആക്രമിക്കുകയും ചെയ്തിട്ടാണ് ഈ ക്രിമിനലുകൾ അവിടെ നിന്ന് പോയിരിക്കുന്നത്. ഇത് മാത്രമല്ല, UDF അവിടെ വിജയം കൊയ്തതിന്റെ വലിയ ആഘോഷം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ പ്രകടനത്തിന് നേരെ സ്ഫോടക വസ്തുക്കൾ എറിഞ്ഞുകൊണ്ടും ഈ ക്രിമിനൽ സംഘം അവരുടെ പ്രതിഷേധമല്ല അഹങ്കാരം കാണിക്കുന്നത്. അതായത് ജനവിധി ഞങ്ങൾ അങ്ങോട്ട് ഏറ്റെടുക്കാൻ സൗകര്യമില്ല, ഞങ്ങൾ തന്നെ ഭരിക്കണം എന്നുള്ള ധാർഷ്ട്യം. ഒന്ന് ഓർത്തു നോക്കണം, ആഭ്യന്തരമന്ത്രിയുടെ നാട് കൂടിയാണ്, പിണറായി വിജയന്റെ നാട്ടിലാണ് ഇമ്മാതിരി ക്രിമിനലുകളുടെ തേർവാഴ്ച. CPM ആയുധം താഴെ വെക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ തുറന്നടിച്ചു. CPMന്റെ ഇമ്മാതിരി പണികൾക്ക് ഞങ്ങൾ തിരിച്ചടി നൽകുമെന്നും പ്രതിപക്ഷ നേതാവ് ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുണ്ട്. വലിയൊരു ഭീതിയാണ് പാനൂരിൽ ഈ CPMകാർ ഉണ്ടാക്കിയിരിക്കുന്നത്. അതായത് UDFന്റെ ആഘോഷം അത് ഇവരെ വലിയ രീതിയിൽ ചൊടിപ്പിക്കുകയാണ്. തുടർന്നാണ് ഇതിനു നേരെ സ്ഫോടക വസ്തുക്കൾ എറിയുന്ന ഒരു സമീപനം ഉണ്ടായിരിക്കുന്നത്. ഈ UDF പ്രവർത്തകന്റെ വീട്ടിലെത്തി ആക്രമണം നടത്തുന്നതിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. മാധ്യമങ്ങൾ ഇപ്പോഴത് പുറത്തുവിട്ടിട്ടുണ്ട്. അതായത് ഞങ്ങൾ ക്രിമിനലുകളാണ് എന്ന് ഇവർ പച്ചക്കങ്ങ് തുറന്നു കാണിക്കുകയാണ് ചെയ്യുന്നത്. അതിനുള്ള തിരിച്ചടി കൂടിയാണ് ജനങ്ങൾ ഇപ്പോൾ നിങ്ങൾക്ക് തന്നിരിക്കുന്നത്. ഇനിയെങ്കിലും മര്യാദക്കിരിക്കുന്നതായിരിക്കും ഈ CPMകാർക്ക് നല്ലത്. തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പാലക്കാട് ഒരു സംവാദം നടന്നിരുന്നല്ലോ. ആ സംവാദത്തിൽ UDF പ്രതിനിധിയും അതുപോലെ തന്നെ ആർഷോയും BJPയുടെ നേതാവ് പ്രശാന്ത് ശിവനും ഒക്കെ പങ്കെടുക്കുന്ന ഒരു സംവാദം നടന്നല്ലോ. ആ സംവാദത്തിൽ പ്രശാന്ത് ശിവനും PM ആർഷോയും തമ്മിൽ വലിയ വാക്പോരൊക്കെ ഉണ്ടായിരുന്നു. അന്ന് PM ആർഷോയെ പ്രശാന്ത് പിടിച്ച് തള്ളിയിരുന്നു. അത് വലിയ രീതിയിൽ ഇടതുകോട്ടകളിൽ പ്രകോപനമുണ്ടാക്കി. പിന്നീട് നമ്മൾ കണ്ടത് എന്താണ്? കണ്ണൂരിൽ നിന്ന് സഖാക്കൾ വലിയ ഭീഷണി മുഴക്കുന്നതായിരുന്നു. അർജുനായങ്കിയും ആകാശ് തില്ലങ്കേരിയും ഒക്കെ അവരുടെ ഫേസ്ബുക്ക് ചില പോസ്റ്റുകൾ ഇട്ടിരുന്നുവല്ലോ. ഞങ്ങൾക്ക് സ്ലീപ്പർ സെല്ലുകൾ ഉണ്ട്, വെറുതെ ഞങ്ങളെ കൊണ്ട് ആയുധം എടുപ്പിക്കരുത് എന്നുള്ള മുന്നറിയിപ്പൊക്കെ ആയിരുന്നു. ആ പോസ്റ്റുകൾക്ക് താഴെ, അതായത് അർജുനായങ്കിയുടെയും ആകാശ് തില്ലങ്കേരിയുടെയും ഒക്കെ പോസ്റ്റിന് താഴെ ഈ കണ്ണൂരിലെ ചില തെമ്മാടി CPMകാരുടെ കമന്റ് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. ആ കമന്റുകളിൽ ഉണ്ടായിരുന്ന ഒരു ഓർമ്മിപ്പിക്കൽ ഉണ്ടായിരുന്നു. CPM ഭരണപക്ഷത്ത് തന്നെ ഇരിക്കുന്നതാണ് നല്ലത്, പ്രതിപക്ഷത്തായാൽ ഞങ്ങൾ ആയുധം എടുക്കും, ഞങ്ങളെ കൊണ്ട് ആയുധം എടുപ്പിക്കരുത് എന്ന്. അപ്പോൾ ഇവർക്ക് എല്ലാ കാലത്തും ഇങ്ങനെ അക്രമ രാഷ്ട്രീയം, കൊലപാതക രാഷ്ട്രീയം, ഇതൊക്കെയാണ് ഇവരുടെ നിലപാട്. കണ്ണൂർ എന്ന് കേൾക്കുമ്പോഴേ പണ്ടൊക്കെ നമ്മൾ പറയുമായിരുന്നു കലാപത്തിന്റെ നാടെന്ന്. പിന്നീട് അത് പോകെ മാറി മാറി വരികയായിരുന്നു. എന്നാൽ ഞങ്ങൾ ഉള്ളിടത്തോളം കാലം കണ്ണൂർ ഇങ്ങനെ തന്നെ നിൽക്കും എന്നാണ് ഇവർ തന്നെ പറഞ്ഞു വെക്കുന്നത്. ഇന്നിപ്പോൾ നമ്മളത് കണ്ടു. ഒരു ജനവിധി പോലും അംഗീകരിക്കാൻ അവർ തയ്യാറല്ല, അവർ ഒരുക്കമല്ല. ഞങ്ങളുടെ കയ്യിൽ ഭരണം വേണം, ഭരണം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഞങ്ങൾ ഇങ്ങനെയാണ് എന്ന് അവർ കാണിക്കുകയാണ്. നമ്മൾ ഇവിടെയാണ് KK രമയെ പലതവണ ഓർക്കേണ്ടത്. KK രമ നിയമസഭയിലും പുറത്തും ഈ CPMനെതിരെ അതിരൂക്ഷ വിമർശനങ്ങൾ എപ്പോഴൊക്കെയാണ് നടത്തിയിട്ടുള്ളത് എന്നൊന്ന് ശ്രദ്ധിച്ചാൽ മതി. അതായത് അക്രമ രാഷ്ട്രീയത്തിനെതിരെയും CPMന്റെ കൊലപാതക രാഷ്ട്രീയത്തിനെതിരെയുമായിരുന്നു KK രമ എല്ലായ്പ്പോഴും ശബ്ദമുയർത്തിയിട്ടുള്ളത്. TP കേരളം മറക്കില്ല 51 വെട്ട്, ഒരു മനുഷ്യന്റെ മുഖം പോലും വികൃതമാക്കി. അതായത് പാർട്ടിയെ വഞ്ചിച്ചവനെ, ആ കുലംകുത്തിയുടെ മുഖം പോലും വികൃതമാക്കണമെന്ന് അങ്ങ് മുകളിൽ നിന്ന് കൊട്ടേഷൻ ടീമിന് ഉത്തരവ് പോയതാണ്. ആ അമ്മയ്ക്കും ഭാര്യയ്ക്കും പോലും TPയുടെ മുഖമൊന്ന് കാണാൻ കഴിയുമായിരുന്നില്ല. വെട്ടി ചിതറിച്ചു കളഞ്ഞു ആ മനുഷ്യനെ. അത്രത്തോളം പക ഇവരുടെ ഉള്ളിലുണ്ട്. ആ പകയാണ് ഇന്നിപ്പോൾ വീണ്ടും പ്രകടമായി പുറത്തു ചാടിയിരിക്കുന്നത്. UDF അവരുടെ ആഘോഷം പങ്കുവെക്കുമ്പോൾ അവിടേക്ക് സ്ഫോടക വസ്തുക്കൾ എറിയുകയാണ്. ആ ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. ഇതും ജനം ചർച്ചയാക്കും. നിയമസഭാ തെരഞ്ഞെടുപ്പും പടിവാതിൽക്കൽ നിൽക്കുകയാണ്. ആ ബോധമെങ്കിലും ഈ CPMകാർക്ക് ഉണ്ടായിരിക്കണം. മുഖ്യമന്ത്രിയോ പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദനോ ഈ വിഷയത്തിൽ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. ജനങ്ങൾ പ്രതികരിക്കും. അപ്പോഴും ഇതുപോലെ ഇരുന്ന് മോങ്ങാനായിരിക്കും വിധി. എന്തായാലും കണ്ണൂരിലെ തെരഞ്ഞെടുപ്പ് ചിത്രവും കൂടി നമുക്കൊന്ന് നോക്കാം. ആടിയുലഞ്ഞ വിവാദങ്ങൾക്കിടയിലും മറ്റ് സ്ഥലങ്ങളെ അപേക്ഷിച്ച് കണ്ണൂരിലെ ഇടതുകോട്ടകൾക്ക് വലിയ ഇളക്കം സംഭവിച്ചിട്ടില്ല. കാരണം കണ്ണൂര് ഇടതുകോട്ടയാണല്ലോ. അവിടുത്തെ ജനങ്ങൾ അവരെ എല്ലായ്പ്പോഴും അധികാരത്തിൽ എത്തിക്കാറുണ്ട്.
കോർപ്പറേഷനിൽ ഭരണത്തിലെത്താനായില്ല എങ്കിലും ജില്ലാ പഞ്ചായത്തുകളിലും ബ്ലോക്ക് ഗ്രാമപഞ്ചായത്തുകളിലും മുന്നേറാനായത് വലിയ നേട്ടം തന്നെയാണ്. 49 ഗ്രാമപഞ്ചായത്തുകളിലും 18 ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകളിലും LDF സ്ഥാനാർത്ഥികൾ ജയിച്ചിട്ടുണ്ട്. നഗരസഭകളിലും കഴിഞ്ഞ തവണ ഉണ്ടായിരുന്ന മേധാവിത്വം നിലനിർത്തിയിട്ടുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയൻ നേരിട്ടെത്തിയായിരുന്നു LDFന്റെ കണ്ണൂർ ജില്ലയിലെ പ്രചാരണത്തിന് തുടക്കം കുറിച്ചത്. വികസനം തുടരാൻ തുടർ ഭരണമല്ലാതെ മറ്റൊന്നിനും കഴിയില്ലെന്ന് പറഞ്ഞായിരുന്നു തുടക്കം. എന്നാൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരെയുള്ള ഭരണവിരുദ്ധ വികാരം ആളിക്കത്തിച്ചായിരുന്നു UDF പ്രചാരണം നടത്തിയത്. കേന്ദ്ര സർക്കാരിന്റെ നേട്ടങ്ങൾ ഉയർത്തിയെങ്കിലും NDAയ്ക്ക് കണ്ണൂരിൽ കാര്യമായ നേട്ടം ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല. ADM നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് കണ്ണൂർ മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PP ദിവ്യക്കെതിരായ കേസ് അന്വേഷിച്ച പോലീസ് ഉദ്യോഗസ്ഥൻ വിജയിച്ചു കയറിയിട്ടുണ്ട്. CPM സ്ഥാനാർത്ഥിയായി മത്സരിച്ച കണ്ണൂർ മുൻ ACP TK രത്നകുമാർ ശ്രീകണ്ഠാപുരം മുനിസിപ്പാലിറ്റിയിലെ കോട്ടൂർ വാർഡിൽ നിന്നാണ് ജയിച്ചത്. കണ്ണൂരിലെ ഗ്രാമപഞ്ചായത്തുകളിൽ LDFന്റെ കരുത്ത് ചോർന്നിട്ടില്ല എന്ന് തെളിയിക്കുന്ന തിരഞ്ഞെടുപ്പ് ഫലം കൂടിയാണ് ഇത്തവണത്തേത്. നഗരങ്ങളിൽ തിരിച്ചടി നേരിട്ടുവെങ്കിലും ഗ്രാമങ്ങളിൽ ഇടതുകോട്ടകൾക്ക് വലിയ ഇളക്കം സംഭവിച്ചിട്ടില്ല. 71 പഞ്ചായത്തുകളിൽ 49 പഞ്ചായത്തുകളിൽ LDF സ്ഥാനാർത്ഥികൾ ജയിച്ചു കയറിയിട്ടുണ്ട്. 21 പഞ്ചായത്തുകളിൽ UDFും വിജയിച്ചു. മുണ്ടേരി പഞ്ചായത്തിൽ ആർക്കും ഭൂരിപക്ഷമില്ല. NDAയ്ക്ക് ഇക്കുറിയും പഞ്ചായത്ത് ഭരണം പിടിക്കാനായില്ല. കഴിഞ്ഞ തവണ വിജയിച്ച ചില പഞ്ചായത്തുകൾ നിലനിർത്താൻ LDFന് സാധിച്ചിട്ടില്ലെന്നത് മുന്നണിക്ക് നേരിയ തിരിച്ചടിയും ഉണ്ടാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ തവണ 57 ഇടത്തായിരുന്നു ഇടതുമുന്നണി ഭൂരിപക്ഷം നേടിയത്. അതും 11 ഇടത്ത് സമ്പൂർണ്ണ മേധാവിത്വത്തോടെ മുഴുവൻ സീറ്റും നേടിക്കൊണ്ടായിരുന്നു. അന്ന് 9 പഞ്ചായത്തുകളിൽ ഒരാൾ മാത്രമാണ് പ്രതിപക്ഷത്തുണ്ടായിരുന്നത്. UDFന് 14 പഞ്ചായത്തുകളിൽ മുന്നേറാനായി 25 ഗ്രാമപഞ്ചായത്ത് വാർഡിൽ മാത്രമാണ് കഴിഞ്ഞ തവണ NDAയ്ക്ക് വിജയിക്കാനായത്. ഇക്കുറി 7 പഞ്ചായത്തുകളിൽ കൂടി ഭരണം നേടാൻ UDFന് കഴിഞ്ഞു. ആലക്കോട്, ചപ്പാരപ്പടവ്, നടുവിൽ, എരുവേശി, ഉളിക്കൽ, ഇരിക്കൂർ, അയ്യൻകുന്ന്, കൊട്ടിയൂർ, തൃപ്പങ്ങോട്ടൂർ, വളപട്ടണം, കൊളച്ചേരി, മാട്ടൂൽ, മാടായി, ആറളം, ചെറുപുഴ, കണിച്ചാർ, കേളകം, കുന്നോത്തുപറമ്പ്, നാറാത്ത്, പയ്യാവൂർ, ഉദയഗിരി എന്നീ പഞ്ചായത്തുകളിലാണ് ഇക്കുറി UDF ഭരണത്തിലേറിയത്. ജില്ലാ പഞ്ചായത്തിന്റെ ചരിത്രത്തിൽ ഇതേവരെ നടന്ന തെരഞ്ഞെടുപ്പുകളിലെല്ലാം ഏറെക്കുറെ ഏകപക്ഷീയമായാണ് LDF ഭരണം പിടിച്ചത്. ഇക്കുറിയും അതിന് മാറ്റമില്ല. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.